ഞാൻ ഡോക്ടർ സി രവീന്ദ്രൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നെഞ്ചുരോഗ വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ദീർഘകാലമായി ശ്വാസകോശ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾക്കുള്ള വളരെ ലഘുവായ വ്യായാമ മുറകളെക്കുറിച്ചാണ്. ദീർഘകാലമായി ശ്വാസരോഗങ്ങളുള്ള വ്യക്തികൾ പലപ്പോഴും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന വ്യക്തികളാണ്. അവർക്ക് ദൈനംദിന പ്രവൃത്തികൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളവർ അവരുടെ നിത്യജീവിതത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരികയും അത് അവരുടെ മാനസികമായ ആരോഗ്യത്തെ തടസ്സപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള രോഗികൾക്ക് അവരുടെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വ്യായാമത്തിലൂടെ ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഒരു ശക്തി കിട്ടുകയും മറ്റുള്ളവരെ ആശ്രയിക്കാതെ തൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പലപ്പോഴും ശ്വാസകോശ വ്യായാമ മുറകൾ ഇത്തരം രോഗികൾക്ക് പലപ്പോഴും ചെയ്യാൻ സാധിക്കാറില്ല. രോഗത്തിൻ്റെ കഠിനാവസ്ഥ കാരണം വലിയ വ്യായാമങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രോഗികൾക്ക് ലഘുവായ വ്യായാമ മുറകളിലൂടെ ശ്വാസകോശത്തിൻ്റെ ശക്തി വീണ്ടെടുക്കുകയും അത് പിന്നീട് ശരിയായ വ്യായാമ മുറകളിലേക്ക് മാറാനും സഹായിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള 3-4 വ്യായാമ മുറകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യമായി രോഗി ഒരു പ്രതലത്തിൽ കാൽ രണ്ടും നിലത്ത് കുത്തി നിൽക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ശ്വാസം നീട്ടി ഉള്ളിലേക്ക് വലിക്കുക. 5 സെക്കൻഡ് ശ്വാസം പിടിച്ചു നിർത്തുക. ഇതിന് ബ്രീത്ത് ഇൻ എന്നാണ് പറയുക. 5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ശ്വാസം വളരെ പതുക്കെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ഒരു 10 പ്രാവശ്യം ചെയ്യുക. അതാണ് മോഡ്യൂൾ 1 ഈ വ്യായാമ മുറയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. രണ്ടാമത്തെ വ്യായാമ മുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗി ഒരു സ്റ്റൂളിലോ കസേരയിലോ ഇരിക്കുക. 2 കാൽപാദങ്ങളും നിലത്ത് അമർത്തി വെക്കുക. എന്നിട്ട് അവരുടെ കൈ രണ്ടും നെഞ്ചിന് ചേർത്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് കൈ മുട്ട് പിറകോട്ട് ചലിപ്പിക്കുക. ആ സമയത്ത് രോഗി ശ്വാസം നീട്ടി ഉള്ളിലേക്ക് വലിക്കണം. 5 സെക്കൻഡ് നീട്ടി ഉള്ളിലേക്ക് വലിച്ച് പിടിക്കുക. എന്നിട്ട് ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് കൈ മുട്ട് രണ്ടും പഴയ സ്ഥാനത്ത് തന്നെ എത്തിക്കണം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. മൂന്നാമത്തെ വ്യായാമം 2 കൈയും കാൽ മുട്ടിൻ്റെ മേലെ അമർത്തി വെക്കുക. അത് കഴിഞ്ഞിട്ട് മുതുക് പതുക്കെ ഉയർത്തി ചെവിയുടെ അടുത്തേക്ക് ഉയർത്തി പിടിക്കുക. ഈ ഉയർത്തുന്ന സമയത്ത് ശ്വാസം നീട്ടി വലിക്കണം. 5 സെക്കൻഡ് ശ്വാസം പിടിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിടുന്ന സമയത്ത് മുതുക് ഷോൾഡർ പതുക്കെ താഴോട്ട് പഴയ നിലയിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇതാണ് മൂന്നാമത്തെ വ്യായാമം. നാലാമത്തെ വ്യായാമം രോഗി ഇതേപോലെ കസേരയിലോ സ്റ്റൂളിലോ ഇരിക്കുക. കാല് നിലത്ത് അമർത്തി വെക്കുക. അത് കഴിഞ്ഞ് കൈ പാദങ്ങൾ രണ്ടും വയറ്റിൻ്റെ മേലെ അമർത്തി വെക്കുക. എന്നിട്ട് പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് നീട്ടി വലിക്കുക. 5 സെക്കൻഡ് ശ്വാസം പിടിച്ചു വെച്ചതിന് ശേഷം ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിടുന്ന സമയം ഈ വയറ്റിൻ്റെ മേലെ വെച്ച കൈ രണ്ടും വയറ്റിൽ അമർത്തണം. ശക്തിയായി അമർത്തുമ്പോഴത്തേക്ക് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി വ്യക്തമാവുകയും വായു മുഴുവൻ പുറത്തേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചെയ്യുക. ഇതാണ് 4ാമത്തെ വ്യായാമം. ഈ വ്യായാമം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെയ്യുക. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 എന്നുള്ളത് 15ലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. രോഗിയുടെ രോഗലക്ഷണങ്ങൾ കുറയുന്നതിനനുസരിച്ച്, അതായത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് 20ലേക്കും പിന്നെ 30ലേക്കും ഉയർത്തിക്കൊണ്ടുവരിക. അത് കഴിഞ്ഞ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറ്റുമെങ്കിൽ സാധാരണ വ്യായാമ മുറയിലേക്ക് മാറാവുന്നതാണ്. ഇതാണ് ഈ രോഗിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ലഘുവായ വ്യായാമ മുറകൾ. ഇത് എല്ലായ്പ്പോഴും എല്ലാവർക്കും മതിയാവണമെന്നില്ല. ഒരു രോഗിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പൂർണ്ണമായ വ്യായാമ മുറകൾ ചെയ്യുന്നതാണ് ഏറ്റവും അത്യുത്തമം.